Dear students, have a nice time. In the last class, we were studying about solutions of homogeneous linear systems of this type. Dx by dt equal to a1tx plus b1ty, dy by dt equal to a2tx plus b2ty. ഇതിന് ഹോമോജീനിയസ് എന്ന് വിളിക്കാൻ കാരണം ജനറൽ ലീനിയർ സിസ്റ്റം ആണെങ്കിൽ പ്ലസ് f1t പ്ലസ് f2t എന്നുകൂടെ ഇവിടെ ഉണ്ടാവുമായിരുന്നു. അത് സീറോ f1tയും f2tയും സീറോ ആയതുകൊണ്ടാണ് നമ്മളിതിനെ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഈ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിന് രണ്ട് സൊല്യൂഷൻസ് ആണ്, രണ്ട് സൊല്യൂഷൻ സെറ്റ്സ് ആണ്. x = x1t, y = y1t ആൻഡ് x = x2t, y = y2t. ഇവ ഉപയോഗിച്ച് ഇത്തരത്തിൽ എഴുതുന്ന ഏതൊരു ലീനിയർ കോമ്പിനേഷനും ഈ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. സൊല്യൂഷൻ ഒരു ജനറൽ സൊല്യൂഷൻ ആണോ, തന്നിരിക്കുന്ന ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ ആണോ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കണ്ടീഷൻ പഠിച്ചു. ഈ രണ്ട് സൊല്യൂഷൻസ് ഉപയോഗിച്ച് എഴുതുന്ന റോൺസ്കിയൻ, ദാറ്റ് ഈസ് എ റോൺസ്കിയൻ ഓഫ് ദ സൊല്യൂഷൻസ്, w of t equal to determinant x1t, x2t, y1t, y2t. If the Wronskian is not equal to 0, then this will be a general solution of the given homogeneous linear system. അത്തരത്തൊരു റിസൾട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയ റിസൾട്ട്, ഈ റോൺസ്കിയൻ കാണുന്ന സമയത്ത് ഒന്നുകിൽ അത് എല്ലായ്പ്പോഴും സീറോ ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോ വെയർ സീറോ. ചില പോയിൻറ്റ്സിൽ മാത്രം, ചില പർട്ടിക്കുലർ പോയിൻറ്റ്സിൽ മാത്രമായിട്ട് റോൺസ്കിയന് സീറോ ആവാനാവില്ല. റോൺസ്കിയൻ സീറോ ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സീറോ ഫംഗ്ഷൻ ഓൾവേസ്, അതർവൈസ് ഇറ്റ് വിൽ നെവർ ബി സീറോ. സോ റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു സീറോ ആണ് എങ്കിൽ ഈ കാണുന്നത് തന്നിരിക്കുന്ന ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ ആയിരിക്കും എന്ന റിസൾട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇവിടെ പറഞ്ഞ റിസൾട്ട് എന്താണെന്ന് നോക്കാം. തിയറം ഇ, if the two solutions 6 of the homogeneous system 5 are linearly independent on closed interval AB, then 7 is a general solution of this system on this interval, closed interval AB. ഈ കാണുന്ന സൊല്യൂഷൻ XY എന്ന സൊല്യൂഷൻ തന്നിരിക്കുന്ന ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ ആവാനുള്ള രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇത് ഈ കാണുന്ന സിസ്റ്റത്തിൻ്റെ ഒരു ജനറൽ സൊല്യൂഷൻ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് ദീസ് ടു സൊല്യൂഷൻസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ റോൺസ്കിയൻ ഇസ് നോട്ട് ഈക്വൽ ടു സീറോ. ബിക്കോസ് റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇത് തന്നിരിക്കുന്ന ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു ജനറൽ സൊല്യൂഷൻ ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ now it is enough to show that if these two solutions are linearly independent, then Wronskian is not equal to 0. For that, it suffices to show that the solutions in 6 is linearly dependent if and only if the Wronskian is identically equal to 0. ഈ രണ്ട് സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന സമയത്ത് റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു സീറോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ രണ്ട് ഇംപ്ലിക്കേഷൻസിൻ്റെയും നെഗേഷൻ എടുത്തു. കോൺട്രാപോസിറ്റീവ് ലോ ഉപയോഗിച്ചാണ് ഇവിടെ പ്രൂഫ് വരുന്നത്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൻ്റെയും നെഗേഷൻസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതായത് സൊല്യൂഷൻ ഇസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്, ദ ടു സൊല്യൂഷൻസ് ഇൻ 6 ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ റോൺസ്കിയൻ ഇസ് ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0. So first we assume that the solutions be linearly dependent, and we will show that the Wronskian is equal to 0. Okay, so we check for the Wronskian. Wronskian is actually equal to determinant x1t, x2t, y1t, y2t. These two solutions are linearly dependent means that x2t equal to some k times x1t and y2t equal to some k times y1t. രണ്ട് സൊല്യൂഷൻസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ one of the solutions can be written as a multiple of the other. So this equal to determinant x1t, in the place of x2t we can write some k into x1t. Here also in the second row we have y1t, k into y1t. So let's find the determinant. So this equal to k into x1t into y1t minus k into x1t into y1t. So clearly it is equal to 0. Product of these two minus product of these two, that is equal to 0. So we proved that if the solutions in 6 are linearly dependent, then the Wronskian is equal to 0. To prove the converse part, we assume that w of t is identically equal to 0. We have to show that
the two solutions are linearly dependent. W of t closed interval a b യിൽ ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലുള്ള ഏതൊരു ആർബിട്രറി പോയിന്റ് നമ്മൾ എടുത്താലും ആ പോയിന്റിൽ W of tയുടെ വാല്യൂ 0 ആയിരിക്കും. സോ വി ഹാവ് ഇഫ് വി ചൂസ് എ പോയിന്റ് ടി നോട്ട് ബിലോങ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ദെൻ W of t not equal to 0. Now we consider a system of linear algebraic equations c1 x1 of t naught plus c2 x2 of t naught equal to 0 and c1 y1 of t naught plus c2 y2 of t naught equal to 0. So this may be considered as a system of linear algebraic equations in two unknowns c1 and c2. ഈ സിസ്റ്റത്തിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് of the coefficients, that is determinant x1 t naught, x2 t naught, y1 t naught, y2 t naught not equal to 0 ആവുകയാണെങ്കിൽ determinant of the coefficients not equal to 0 ആണെങ്കിൽ ഈ homogeneous algebraic linear സിസ്റ്റത്തിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ആണുള്ളത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ യുണീക്ക് സൊല്യൂഷൻ 0 0 എന്നതാണ്. c1ഉം c2ഉം ബോത്ത് സീറോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യും. So 0 0 is the only or unique solution of this system if the determinant of the coefficients is not equal to 0. And if the determinant of the coefficients equal to 0, the system has non-trivial solutions. It has infinitely many solutions c1, c2 and clearly there will be non-zero solutions. So equation 2 has non-trivial solutions c1, c2 because we assumed that W of t naught equal to 0. W of t naught equal to 0 means that determinant x1 t naught, x2 t naught, y1 t naught, y2 t naught. ഈ കാണുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ആൾജിബ്രായിക് ഇക്വേഷൻസിൻ്റെ c1ൻ്റെയും c2ൻ്റെയും കോയിഫിഷ്യൻസ് ഉപയോഗിച്ചാണ് ഈ ഡിറ്റർമിനൻ്റ് എഴുതിയിരിക്കുന്നത്. ആ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണ് നമ്മളുടെ അസംഷൻ. കോയിഫിഷ്യൻസിൻ്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് c1 c2ന് രണ്ടും 0 ആവാത്ത രീതിയിൽ അഥവാ ഇതിന് ഈ കാണുന്ന സിസ്റ്റത്തിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് c1 c2 നമുക്ക് കണ്ടുപിടിക്കാനാവും. നമുക്ക് തന്നിരുന്ന ജനറൽ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന സൊല്യൂഷൻസ് ആണിത്. x ഈക്വൽ ടു c1 x1 t പ്ലസ് c2 x2 t, y ഈക്വൽ ടു c1 y1 t പ്ലസ് c2 y2 t. ഈ കാണുന്ന സൊല്യൂഷൻസിൽ t ഈക്വൽ ടു t നോട്ട് ആവുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണോ വരുന്നത് അത് ഉപയോഗിച്ചാണ് നമ്മളിവിടെ രണ്ട് ഇക്വേഷൻസ് എഴുതി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് പരിഗണിച്ചത്. t ഈക്വൽ ടു t നോട്ട് ആവുന്ന സമയത്ത് ഈ കാണുന്ന ഇക്വേഷൻസ് 0 ആവുന്ന രീതിയിൽ c1ഉം c2ഉം നോൺ സീറോ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടും 0 ആവാത്ത രീതിയിൽ c1ഉം c2ഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞത്. സോ വെൻ t ഈക്വൽ ടു t നോട്ട് the right hand side of the equations becomes 0. That is the solutions x and y given here is equal to 0. X equal to 0 and y equal to 0. That is the solutions given by x equal to c1 x1 t plus c2 x2 t, y equal to c1 y1 t plus c2 y2 t equals the trivial solution at t naught. t equal to t naught ആവുന്ന സമയത്ത് നമ്മൾ അസ്യൂം ചെയ്ത പ്രകാരം ഈ രണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് എക്സ്പ്രഷൻസ് 0 ആണ്. അതായത് ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ട്രിവിയൽ സൊല്യൂഷൻ ആണ്. ഇനി ലീനിയർ സിസ്റ്റം എന്ന സെക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, തന്നിരിക്കുന്ന ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൽ ഒരു പർട്ടിക്കുലർ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സിസ്റ്റത്തിന് ഒരു യുണീക്ക് സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള സൊല്യൂഷൻ ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. സോ ബൈ യുണീക്ക്നെസ് ഓഫ് സൊല്യൂഷൻസ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ മുഴുവനായിട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ വരാൻ പറ്റുള്ളൂ. So by uniqueness of solutions, given linear system must equal, the given solution x equal to c1 x1 t plus c2 x2 t, y equal to c1 y1 t plus c2 y2 t must equal to trivial solution throughout closed interval AB. So we have c1 x1 t plus c2 x2 t equal to 0 and c1 y1 t plus c2 y2 t equal to 0 for all t belong to closed interval AB. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ സൊല്യൂഷൻ 0 ട്രിവിയൽ സൊല്യൂഷൻ ആയതുകൊണ്ട് ക്ലോസ്ഡ് ലെവൽ എ ബിയിൽ മുഴുവനായിട്ട് അത് ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇത്തരത്തിൽ ഇൻഡിക്കേഷൻ എഴുതാൻ പറ്റിയത്. ആൻഡ് ദിസ് ഇക്വേഷൻ ഇംപ്ലൈസ് x1 t ഈക്വൽ ടു മൈനസ് c2 ബൈ c1 x2 t ആൻഡ് y1 t ഈക്വൽ ടു മൈനസ് c2 ബൈ c1 y2 t. Minus c2 by c1 can be taken as some constant k, and I may write x1 t equal to k into x2 t and y1 t equal to k into y2 t. That is x1 y1 and x2 y2 are linearly dependent solutions. So we proved that the solutions in 6, x equal to x1 t, y equal to y1 t and x equal to x2 t, y equal to y2 t
are linearly dependent if and only if the Wronskian is identically equal to 0. This implies that the solutions are linearly independent if and only if Wronskian is not equal to 0. And when the Wronskian is not equal to 0, this is the general solution of given homogeneous linear system. So the theorem is proved. So far we have discussed the solutions of homogeneous linear systems. What about a non-homogeneous linear system? Can you say something about the general solution of a non-homogeneous linear system? So this is a non-homogeneous linear system. Dx by dt equal to a1tx plus b1ty plus f1t. dy by dt equal to a2tx plus b2ty plus f2t. ഈ നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് സിസ്റ്റമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഇവിടെ f1tയും f2tയും 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് സിസ്റ്റം എന്നത് ഇതായിരിക്കും. So if you want to find a general solution of this non-homogeneous system, first you have to find a general solution of corresponding non-homogeneous system. Then you have to find a particular solution of the non-homogeneous system. Then the general solution of the non-homogeneous system is x equal to c1 x1t plus c2 x2t plus xp of t, y equal to c1 y1t plus c2 y2t plus yp of t. ഇവിടെ x1t y1t എന്നത് ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ ഒരു സൊല്യൂഷനാണ്. x2t y2t എന്നത് അതേ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു സൊല്യൂഷനാണ്. രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് നമ്മൾ ഹോമോജീനിയസ് സിസ്റ്റത്തിനകത്ത് കാണുന്നു. So we know the general solution of the homogeneous system is x equal to c1 x1t plus c2 x2t, y equal to c1 y1t plus c2 y2t. അതിനോടുകൂടി നമ്മൾ ഇനി എന്തുകൂടെ ആഡ് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിനകത്ത് കണ്ടുപിടിക്കുന്നു. അതാണ് എക്സ് പി ഓഫ് ടി വൈ പി ഓഫ് ടി. പർട്ടിക്കുലർ എന്നതിൻ്റെ പി എന്നാണ് ചേർത്തിരിക്കുന്നത്. സോ വി ഹാവ് ദിസ് ആസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ നോൺ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം. സോ വി ആർ ഗോയിങ് ടു പ്രൂവ് ദിസ് തിയറം. ഇഫ് ദ ടു സൊല്യൂഷൻസ് ഓഫ് the corresponding homogeneous system are linearly independent on closed interval AB, and if x equal to xp of t, y equal to yp of t is any particular solution of 2, then x equal to c1 x1t plus c2 x2t plus xpt, y equal to c1 y1t plus c2 y2t plus yp of t is the general solution of the non-homogeneous system on closed interval AB. First of all, let us mark the non-homogeneous system as star, and let x equal to x dash of t, y equal to y dash of t be an arbitrary solution of star. Now we consider x equal to x dash t minus yp, xp of t, y equal to y dash t minus yp of t, where xp of t, yp of t is a particular solution of the non-homogeneous system. Then what will be dx by dt? This equal to dx dash by dt minus dxp by dt. Here x dash is a arbitrary solution of the non-homogeneous system, and xpyp is a particular solution of the non-homogeneous system. So we can substitute dx dash by dt as, here the non-homogeneous system is this one. So when you substitute x equal to x dash and y equal to y dash, this equation will satisfy. And also when you substitute x equal to xp and y equal to yp, then also the equation system will satisfy. So dx dash by dt equal to a1t x dash plus b1t y dash plus f1t. Okay, so let us substitute here. So this equal to a1t can be written as a1. So a1 x dash plus b1 y dash plus f1 minus dxp by dt is a1 xp plus b1 yp plus f1. So this can be written as a1 into x dash minus xp plus b1 into y dash minus yp. Similarly, you can write dy by dt as a2 into x dash minus xp plus b2 into y dash minus yp. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന് എക്സ് ഡാഷും വൈക്ക് വൈ ഡാഷും കൊടുക്കുമ്പോൾ നമുക്ക് ഡി വൈ ഡാഷ് ബൈ ഡി ടിയും എക്സിന് എക്സ് പിയും വൈക്ക് വൈ പിയും കൊടുത്താൽ എക്സ് വൈ പി ബൈ ഡി ടിയും ഡി വൈ പി ബൈ ഡി ടിയും ലഭിക്കും.
ഓക്കെ, അത് രണ്ടുമാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ വിൽ ഗെറ്റ് dy/dt ആസ് ലൈക്ക് ദിസ്. ഇനി തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് സിസ്റ്റം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. dx/dt = a1x + b1y, dy/dt = a2x + b2y. ഇതിന് നമുക്ക് ഡബിൾ സ്റ്റാർ ആയിട്ട് പേര് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് ലഭിച്ചത് ശ്രദ്ധിച്ചാൽ dx/dt = a1 × സംതിങ് + b1 × സംതിങ്. ഈ എക്സിന് പകരം, അതായത് നമ്മുടെ ഹോമോജീനിയസ് സിസ്റ്റത്തിൽ dx/dt = a1x + b1y എന്ന ഇക്വേഷനിൽ എക്സിന് പകരം ഇവിടെ നമുക്ക് ലഭിച്ചത് x' - xp ആണ്, വൈക്ക് പകരം y' - yp ആണ്. അതുപോലെ dy/dt = a2x + b2y എന്ന ഇക്വേഷനിൽ എക്സിന് പകരം ഇവിടെ x' - xp ആയി, വൈക്ക് പകരം y' - yp ആയി. സോ ഈ കാണുന്ന ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു സൊല്യൂഷനാണ് x = x' - xp, y = y' - yp. കാരണം ഈ ഇക്വേഷനിൽ എക്സിന് പകരം x' - xpയും വൈക്ക് പകരം y' - ypയും കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് x = x' - xp and y = y' - yp is a solution of double star, the homogeneous system double star. But we know the homogeneous system has a unique solution in the interval closed interval AB. ഹോമോജീനിയസ് സിസ്റ്റത്തിന് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഒരു യുണീക്ക് സൊല്യൂഷനേ ഉണ്ടാവാൻ പറ്റുള്ളൂ. ആ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ജനറൽ സൊല്യൂഷനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. c1x1t + c2x2t y = c1y1t + c2y2t. ഇവിടെ നമുക്ക് ലഭിച്ചത് ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു സൊല്യൂഷനാണ് x = x' - xp, y = y' - yp. സോ x' - xp അതായത് x' t - xp of t എന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? c1x1t + c2x2tക്ക് ഈക്വൽ ആയിരിക്കണം. കാരണം ഇത് ജനറൽ സൊല്യൂഷനാണ്, സൊല്യൂഷൻ യുണീക്കാണ്. യുണീക്ക് ആയതുകൊണ്ട് ദാറ്റ്സ് ഈക്വൽ ടു x' t - xpp. കാരണം ഇത് മറ്റൊരു സൊല്യൂഷനായിട്ട് നമുക്കിവിടെ ലഭിച്ചു കഴിഞ്ഞു. സിമിലർലി വി ഹാവ് y' of t - yp of t ഈക്വൽ ടു c1y1 of t + c2y2 of t. Or you may write x' t equal to c1x1 of t + c2x2 of t + xp of t, and y' t equal to c1y1 of t + c2y2 of t + yp of t. ഇവിടെ x' t y' t ആയിട്ട് നമ്മൾ എടുത്തത് എനി ആർബിട്രറി സൊല്യൂഷൻ ഓഫ് ദ നോൺ ഹോമോജീനിയസ് സിസ്റ്റം എന്നാണ്. എല്ലാ ആർബിട്രറി സൊല്യൂഷൻസും കൂടെ ചേരുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ജനറൽ സൊല്യൂഷൻ. സോ ജനറൽ സൊല്യൂഷൻ ഇസ് ഓഫ് ദ ഫോം c1x1t + c2x2t + xpt, c1y1t + c2y2t + yp of t. ഇവിടെ x1t y1t എന്നത് ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ ഒരു സൊല്യൂഷനാണ്. x2t y2t എന്നത് കറസ്പോണ്ടിങ് ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷനാണ്. രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് കിട്ടിയാൽ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ ജനറൽ സൊല്യൂഷനാണ് ഈ ഫോമിൽ നമ്മൾ എഴുതുന്നത്. അതിനോടുകൂടി XPT YPTയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ നോൺ ഹോമോജീനിയസ് സിസ്റ്റം. സോ നമുക്കൊരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം തന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റൈറ്റ് ദ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് സിസ്റ്റം, അതായത് F1Tയും F2Tയും ഒഴിവാക്കിയിട്ട് സിസ്റ്റം എഴുതുന്നു. ഈ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതുപയോഗിച്ച് ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ XPT YPTയും കൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതുപയോഗിച്ച് നമുക്ക് നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ ഈ ഫോർമുല ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. ജനറൽ സൊല്യൂഷൻ ഓഫ് ദ homogeneous system plus particular solution of the non-homogeneous system will give a general solution of the non-homogeneous system.